ഹൗ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് നെഗറ്റീവ് തോട്ട്സ് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ പുതിയ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തോട്ടായിരുന്നു യാത്ര. പ്ലാറ്റ്ഫോമിലെത്തി അരമണിക്കൂറിന് ശേഷം ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ സാധിച്ചു, ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ് ആണെന്ന്. സ്വാഭാവികമായും യാത്രയെ ഇഷ്ടപ്പെടുന്ന എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാൽ എൻ്റെ ചുറ്റിലും നിന്ന ഒരു പറ്റം ആളുകൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നത് കണ്ടു ഞാൻ. 7 മണിക്ക് അവിടെ എത്തിച്ചേരേണ്ട ട്രെയിൻ ഇനി 10 മണിക്ക് മാത്രമേ എത്തുകയുള്ളൂ. അതിനുശേഷം അവർ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും താറുമാറായി എന്നുള്ള രീതിയിലായിരുന്നു അവർ വറി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 1.5 മണിക്കൂർ വൈകി എത്തിയ ട്രെയിൻ തിരുവനന്തപുരത്ത് ഷാർപ്പ് 7 മണിക്ക് തന്നെ എത്തി. അപ്പോൾ ഞാൻ ഓർത്തു, എന്തിനായിരുന്നു അവർ അനാവശ്യമായി നിന്ന് വറി ചെയ്തുകൊണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ 2 മണിക്കൂർ അവരുടെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നില്ലേ? നമ്മുടെ പോസിറ്റിവിറ്റിയെ തകർക്കുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെന്ന് വെച്ചോളൂ. നമ്മുടെ ചുറ്റുമുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുന്നു. ഉടൻ തന്നെ അതിലെ ഭൂരിഭാഗം പേരും പറയും, ഇല്ല, ഇത് നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇത് നടക്കില്ല എന്ന്. ഒരുപാട് ആളുകൾ ഇതേപ്പറ്റി ഇങ്ങനെ ഒരു സജഷൻ പറയും. ആക്ച്വലി ഏത് കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ അത് നടക്കില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു നെഗറ്റീവ് ചിന്താഗതിയല്ലേ? തോൽവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയമാണ് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഇനി ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണെന്ന് അറിയുമ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അവർ വെറുതെ ഭാഗ്യത്തെ അല്ലെങ്കിൽ വിധിയെ പഴിച്ചുവാരിക്കൊണ്ട് ഇരിക്കും. വല്ല കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടാണെന്ന് പറയും. ഇനിയിപ്പോൾ അത് നടന്നില്ല എങ്കിൽ അത് അവരുടെ വിധിയാണെന്ന് പറയും. അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാതെ ചുമ്മാ വിധിയെയും പഴിചാരിക്കൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ നമ്മുടെ പരിമിതികളെ കുറിച്ചായിരിക്കും പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 20-25 വയസ്സായ ഒരു യുവാവ് ഒരു കാര്യം ആഗ്രഹിച്ചു. അതിനെക്കുറിച്ച് അവർ 4 പേരോട് പറഞ്ഞു എന്നിരിക്കട്ടെ. ആ സമയത്ത് അവർ പറയും, അതിനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ, ഈ ചെറുപ്രായത്തിൽ ഇതിനു വേണ്ടി ശ്രമിക്കണോ, ഇതൊക്കെ കുറച്ചുകൂടി മുതിർന്നിട്ട് പോരെ എന്ന് പറയും. എന്നാൽ ഒരു 50-55 വയസ്സുള്ള ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഈ പ്രായത്തിൽ ഇനി ഇതെല്ലാം നടക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും സംസാരം. സോ നമ്മുടെ പരിമിതികളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്വപ്നത്തെക്കുറിച്ച് വളരെ വലിയൊരു ഐഡിയാസ് ഉണ്ടായിരിക്കും, എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യിക്കാം എന്നുള്ളത്. ഓക്കെ, എന്നാൽ നിങ്ങൾ ആ ഐഡിയ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്തു എന്നിരിക്കട്ടെ. ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേരും അതിൽ നിന്ന് പിന്മാറും. അവർ പറയും, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ചുമ്മാ അങ്ങ് പറയും. അത് വളരെ വലിയ ഒരു നെഗറ്റിവിറ്റിയുടെ സൂചനയാണ്. ഇനി ഒന്നുള്ളതാണ് മടി. ഓക്കെ, നിങ്ങളെ എന്ത് സ്വപ്നത്തിൽ നിന്നും പിന്തിരിക്കാൻ ശക്തിയുള്ള ഏറ്റവും വലിയ ഒരാളാണ് മടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ എണിക്കുന്ന കാര്യം തന്നെ ഓർക്കട്ടെ. സാധാരണ 8 മണിക്ക് എണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു 6 മണിക്ക് എണിക്കണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മടിയെ നിങ്ങൾ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിനും നിങ്ങൾ മടിയായി ഇരുന്നാൽ നിങ്ങൾ ഇരിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് ഒരിക്കലും എത്താൻ വേണ്ടി പോകുന്നില്ല. സോ ഫൈറ്റ് അഗെയിൻസ്റ്റ് നെഗറ്റിവിറ്റി എന്നത് ചെറിയൊരു കാര്യമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെതിരെ എങ്ങനെ പോസിറ്റീവായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പായും നിങ്ങൾ വിജയത്തിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഉറപ്പായും പോസിറ്റീവ് രീതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.